ഞാൻ ധന്യശേഖരൻ, മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇങ്ങനെയും കുറച്ചുപേർ നമുക്കിടയിലുണ്ട് എന്ന ചിലരെയെങ്കിലും കാണുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു പോകും. കാരണം എല്ലാ സുഖ സൗകര്യത്തിലും കഴിഞ്ഞാലും ഒന്നും മതിയായില്ല എന്ന് വിചാരിക്കുന്നവരാണ് നമുക്കിടയിൽ ഭൂരിഭാഗം പേരും. അവർക്കിടയിലാണ് ഇങ്ങനെയും രണ്ടുപേർ എന്നുള്ളതാണ്. എന്നോടൊപ്പം ഉള്ളത് 20 വയസ്സുകാരനായ ശക്തിയും അവന്റെ അമ്മയുമാണ്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും തുണ ഇവർ രണ്ടുപേരും മാത്രമാണ്. ശക്തി BBAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവന് പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവന്റെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ജീവിതം പച്ച പിടിപ്പിക്കാനായി 20 വർഷമായി മകനെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരമ്മയുടെ കഥ കൂടി ഇതിന് പറയാനുണ്ട് എന്നുള്ളതാണ്. ആ അമ്മ വീട്ടുജോലിക്ക് പോയാണ് ഈ മകന്റെ വിദ്യാഭ്യാസം, അതായത് മകൻ പഠിച്ചൊരു നിലയിലെത്തിയാൽ തന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അവന്റെ ജീവിതം നന്നായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരമ്മ. നമുക്ക് അമ്മയിൽ നിന്ന് തുടങ്ങാം. പറയാണ്ടല്ല, ശരിയാവും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ്? മകനെ വളർത്തുന്ന 20 വർഷം കൊണ്ട് വീട്ടുജോലി ചെയ്യുന്നു, ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ എന്നാണ് പറയുന്നത്. മകനെ പഠിപ്പിക്കാൻ പോലും പൈസ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് എനിക്ക് കിട്ടുന്ന പൈസ എന്റെ മോന് മരുന്ന് വീട്ടുജോലി, മരുന്ന് വാങ്ങിക്കണം, പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തണം, എനിക്ക് മരുന്ന് വാങ്ങിക്കണം, അതെല്ലാം ചെയ്യണം. പിന്നെ വേറെ ഒരു വരുമാനം ഇല്ല. ഇപ്പൊ കൊച്ചിന്റെ കാര്യങ്ങള് ഇപ്പൊ ഫീസ് മുടങ്ങിക്കിടക്കാണ്. എന്തിനാ പഠിക്കുന്നത്? ഏവിയേഷൻ പാലാരിട്ടത്താ പഠിക്കണത്. അപ്പൊ അത് ഇപ്പൊ അവന് എക്സാം ആയിട്ടുണ്ട്, 12-ാം തീയതി എക്സാം ആണ്. അപ്പൊ അത് ഫീസ് അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതിക്കില്ല എന്നാ പറയണം. ഫീസ് അടയ്ക്കാൻ തക്ക വഴികളൊന്നുമില്ല. ഇല്ല. ഞാൻ കുറെ സ്ഥലത്തൊക്കെ പോയി. ഇന്ന് ഇപ്പൊ 2-3 ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ പണി കഴിഞ്ഞ് വന്നിട്ട് ഞാനും മോനും കൂടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും കൈമടക്കണം, ആരും സഹായിക്കാനില്ല. ശക്തി പഠിക്കാനൊക്കെ മിടുക്കനാണ്, പക്ഷെ മുന്നോട്ട് പഠനം കൊണ്ടുപോകാൻ ഒരു മാർഗമില്ലാതെ വഴിമുട്ടി നിൽക്കുകയാണല്ലേ. എന്താണ് ശക്തിക്ക് പറയാനുള്ളത്? ഇത്ര നാള് ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ നോക്കി വളർത്തിയ അമ്മ, ആ അമ്മക്ക് തിരിച്ചൊരു നല്ലൊരു ഇത് കൊടുക്കണം എന്നുള്ള എനിക്കിതുണ്ട്. അതായത് പഠിച്ച് നല്ലൊരു ജോലി, അതായത് അമ്മക്കൊരു ഇതാണ്, പ്രൗഡ് മൂമെന്റ് കൂടിയാണത്. കാരണം എനിക്കാണെങ്കിൽ ഇപ്പൊ പഠിക്കാൻ അതിനാണുള്ള സാഹചര്യവും ഇല്ല, അവസ്ഥയില്ല. പൈസയാണെങ്കിൽ ഇരട്ടി പൈസയാണ് ചെലവാക്കണേ. അമ്മ ഒരാൾ മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ 1.25 വെച്ചിട്ട് പോയതാണ്. ശക്തിയുടെ 1.25 വയസ്സിൽ അച്ഛൻ പോയതാണ്. അന്ന് മുതൽ വളർത്തുന്ന അമ്മയാണ്. വീട്ടുജോലിയും ചെയ്ത് എല്ലാം നോക്കിയാണ്. ഇപ്പൊ എവിടെ എന്താണ് പഠിക്കുന്നത്? എത്ര രൂപയാണ് ആവശ്യമുള്ളത്? അവിടെ മൊത്തത്തിൽ തന്നെ 2,690 അവര് പറഞ്ഞേക്കണത്. 3 ലക്ഷത്തി സംതിങ് വരും. 3 വർഷത്തെ കോഴ്സ്. ഇപ്പൊ സെക്കൻഡ് ഇയറിന്റെ എക്സാം അടുത്ത് എക്സാം എടുത്ത് 60,000 രൂപ അവിടെ കെട്ടണം. കിട്ടിയിട്ട് ഒരു എക്സാം എഴുതിക്കില്ലെന്ന് പറഞ്ഞേക്കണേ. ഈ പറഞ്ഞ വെള്ളിയാഴ്ച എക്സാം. ഏത് അക്കാദമി? വിംസ് ഏവിയേഷൻ. എവിടെയാ? പാലാരിവട്ടം. അവരോട് പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് എനിക്കൊരു പറഞ്ഞപ്പോ? അപ്പൊ അവര് പറഞ്ഞ് നോക്ക് എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴുള്ള തന്നെ അവിടെ വന്നിപ്പോ പഠിക്കുന്ന പിള്ളേരും ഭൂരിഭാഗം പേരും. ഈ അമ്മയുടെ ഒരൊറ്റ വരുമാനമല്ലേ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ പഠിത്തമല്ലേ? ഫസ്റ്റ് ഇയറിലുള്ള ഫീസൊക്കെ എങ്ങനെയാണ് അടച്ചത്? ഫസ്റ്റ് ഇയറിൽ കുറച്ച് പേര് വീടിനടുത്തുള്ളവരൊക്കെ സഹായിച്ച്, അതല്ലാതെ മടത്തിന്ന് സഹായിച്ച്, പിന്നെ അമ്മച്ചിക്ക് കിട്ടുന്ന പൈസ, ആ പൈസ കൊടുത്താണ് ഇപ്പൊ ഇത്രയും വരെ 1 ഇയർ കഴിഞ്ഞത്. ഇപ്പൊ സെക്കൻഡ് ഇയർ. ഈ സെക്കൻഡ് ഇയർ ഒരു രക്ഷയും ഇല്ല. സെക്കൻഡ് ഇയറിൽ വെള്ളിയാഴ്ച പരീക്ഷ. സെക്കൻഡ് ഇയറിൽ ഇപ്പൊ ഞാൻ 40,000 രൂപ അടച്ചിട്ടുണ്ട്. ഇനി ഒരു വർഷത്തേക്ക് 1 ലക്ഷമാണ്. അപ്പൊ അതിലിഞ്ഞിപ്പോ 60,000 രൂപ അടയ്ക്കണം. അപ്പൊ അത് അടച്ചാലേ എക്സാം എഴുതിക്കുള്ളൂ എന്ന് സാറ് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ സമ്മതിക്കില്ലെന്നാണ് പറയണത്. എല്ലാ പിള്ളേരും നമ്മളെപ്പോലെ തന്നെ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. എന്നുവെച്ചാൽ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ പഠിക്കാൻ വന്നേക്കണതാണ്. അപ്പൊ അവരുടെ ആഗ്രഹം നമ്മൾ ഒരിക്കലും തല്ലിക്കിടത്താൻ പാടില്ല. അതുകൊണ്ട് ഞാനും എന്നാലായ സഹായങ്ങളൊക്കെ എന്റെ മോന് വേണ്ടി ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് അസുഖമുള്ള ആളാണോ? അതെ. രണ്ടുപേർക്കും മരുന്ന് ഒരു മാസം എത്ര രൂപയുടെ മരുന്നിന്റെ? ഒരു മാസം കണക്ക് തരാൻ ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ എന്റെ മോന് ഒരാഴ്ചത്തേക്കുള്ള മരുന്നിന് 1,000 രൂപയെങ്കിലും വേണം. ഒരാഴ്ചത്തേക്ക്? എന്താന്ന് വെച്ചാൽ അവന്റെ മരുന്നിനൊക്കെ വില കൂടുതലാണ്.
ഫിക്സിന്റെ മരുന്ന് കഴിക്കണമെങ്കിൽ അത് നല്ല വില ഉണ്ടായിനെ. അസുഖമുണ്ട്. ആ അതിങ്ങനെ എന്താ പറയണ, അവന് എന്തോ ഒരു പേടി കിട്ടിയ പോലെ എന്റെ വയറ്റിൽ കിടന്ന് കിട്ടിയേക്കണ ഒരു ഇതാണ്. എന്നുവെച്ചാൽ എന്റെ വയറ്റിൽ കിടക്കുമ്പോ പുള്ളി എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയ പേടിയാണ്. അങ്ങനെ വന്നൊരു അസുഖമാണിത്, പേടിച്ചിട്ടുള്ള അസുഖമാണ്. വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ രണ്ടാമത്? ഇല്ല ഇല്ല 20 വർഷമായിട്ട് അവന് വേണ്ടിയാണ് അതെ ജീവിക്കുന്നത്. അതെ. ഇനി എന്താണ് പറയാനുള്ളത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ അവരാലായ സഹായം എനിക്ക് ചെയ്തു തരണം എന്ന് മാത്രം. ഒരുപാടൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. ഒരു മോന്റെ പഠിത്ത കാര്യം, അതിനു വേണ്ടി മാത്രം. മുന്നോട്ട് നിവൃത്തിയില്ല വേറെ. ഇല്ല. എന്റെ ശക്തിക്ക് എന്താ പറയാനുള്ളത്? അമ്മ പറഞ്ഞത് ഇനി എനിക്കും പറയാനുള്ളത്. എല്ലാം ചെല്ലാത്തടത്തൊക്കെ അമ്മ ചെന്നു, സഹായങ്ങൾ ചോദിക്കാന്നിടത്തൊക്കെ ചോദിച്ചു. വേറെ നിവൃത്തിയില്ല. ആരെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. നിങ്ങളെ സഹായിക്കാനും ആരുമില്ല, ബന്ധുക്കളും ഒന്നുമില്ല. ഇല്ല ഇല്ല. ആരുമില്ല, ഒറ്റയ്ക്കാണ് ജീവിതമൊക്കെ. ഇപ്പോഴും വീട്ടുജോലിയുടെ ഇടയിൽ നിന്നാണോ ഇവിടേക്ക് ഓടി വന്നത്? അതെ അതെ അതെ. വീട്ടുജോലിയുടെ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട്. അതായത് പണം കൊണ്ട് ദൂർത്ത് അടിച്ച് നടക്കുന്നവരും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് അറിയാതെ ആ പണം എങ്ങനെയാണ് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ആ പൈസ ഉണ്ടാക്കുന്നത്, ആ പൈസയുടെ വാല്യൂ എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന മക്കള് നമുക്ക് ഇടയിലുണ്ട്. സത്യത്തിൽ ഞാൻ പഠിച്ച് വലുതായി അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു നിലയിലെത്തി എന്റെ അമ്മയെ നന്നായി നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ വളരെ കുറച്ചേ നമുക്കിടയിൽ കാണും. അതിലൊരാളാണ് ശക്തി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 20 വർഷമായി അവന്റെ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവൻ അത് കണ്ടിട്ടാണ് അവൻ വളരുന്നത്. അപ്പൊ അവന് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അവന്റെ ചിന്ത മുഴുവൻ അവന്റെ അമ്മയെ ഇനി മറ്റുള്ള വീടുകളിൽ പുറം പണിക്കോ അല്ലെങ്കിൽ വീട്ടുജോലിക്കോ വിടാതെ അവന്റെ വരുമാനത്തിൽ സന്തോഷവതിയായി അമ്മയെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അവന്റെ ഏക ലക്ഷ്യം എന്നുള്ളത്. ഇങ്ങനെ അപൂർവം ചില മക്കളെ നമുക്കിടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചില അപൂർവം ആളുകളെ നമുക്കിടയിൽ ഉണ്ടാവുള്ളൂ. അവർക്കൊക്കെ ഇത്തരം കഷ്ടപ്പാടുകൾ, കണ്ണീരുകൾ, ദുരിതങ്ങൾ, അതിന്റെയൊക്കെ ഒരുപാട് കഥകൾ പറയുവാനുണ്ടാകും. എന്തായാലും ശക്തിയുടെ ആവശ്യം അവന് പഠിക്കണം. അവന്റെ വിദ്യാഭ്യാസം അതുമാത്രമാണ് അവന്റെ ആവശ്യം. അല്ലാതെ കയറി കിടക്കാൻ ഒരു കിടപ്പാടമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആർഭാട ജീവിതം ഇതൊന്നും അല്ല അവന്റെ ആവശ്യം. അവന് പഠിക്കണം, അവന്റെ അമ്മയെ നോക്കണം, നന്നായി അവന്റെ അമ്മയെ നോക്കണം. അതിന് പഠിച്ചാലേ വിദ്യാഭ്യാസം കൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് അവന് നന്നായിട്ട് അറിയാം. അതാണ് അവൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സഹായിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായും ഈ 20 വയസ്സുകാരനെ നിങ്ങൾക്ക് സഹായിക്കാം. കാരണം ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവൻ നിങ്ങളുടെ മുന്നിലൊക്കെ യാചിക്കുന്നത്. അവന്റെ അമ്മയും അവനും യാചിക്കുന്നതും കൈനീട്ടുന്നതും. ഇപ്പം സഹായിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മളെയൊക്കെ മക്കളെ ലക്ഷങ്ങൾ ലോൺ എടുത്തും ലക്ഷങ്ങൾ കടം വാങ്ങിയും ഒക്കെ വിദേശത്ത് അയക്കാൻ നമ്മൾ കിടന്ന് പാടുപെടുന്നുണ്ട്. പലതും പഠിപ്പിക്കാൻ നമ്മളെയൊക്കെ പല രക്ഷിതാക്കളും 60ഉം 50ഉം ഒക്കെ കടം വാങ്ങി ലോൺ എടുത്തും ഒക്കെ മക്കളമാരെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് വിദേശത്ത് പോയാലേ പഠിക്കൂ, ഞാൻ അങ്ങനെ പോയേ പഠിക്കൂ എന്ന് പറയുന്ന മക്കൾ വരെ നമുക്കിടയിലുണ്ട്. അച്ഛനും അമ്മയുടെ കഷ്ടപ്പാട് പോലും മനസ്സിലാക്കാതെ. പക്ഷെ അവർക്കൊക്കെ ഇടയിലാണ് ശക്തി വ്യത്യസ്തനാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ശക്തിയും ശക്തിയുടെ അമ്മയും സഹായിക്കുക. വെള്ളിയാഴ്ചയാണ് അവന്റെ എക്സാം. അതിനു മുന്നേ അവന് ഫീസ് അടയ്ക്കണം. അപ്പൊ തീർച്ചയായിട്ടും സഹായിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുടുംബത്തെ സഹായിക്കുക. സംഭവ സ്ഥലത്ത് നിന്ന് ക്യാമറമാൻ രാജു ആയപ്രഭനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖർ.